കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്. നമസ്കാരം. ഇന്ന് 2025 ഏപ്രിൽ 26 ശനിയാഴ്ച 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രാജ്യത്തെ പൊതുഗതാഗത രംഗത്ത് പുതിയ ചരിത്രമെഴുതി ആദ്യമായി വാട്ടർ ടാക്സി സേവനം ആരംഭിച്ചു. ബഹ്റിൻ ബേയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ വിവിധ ഉന്നത ഉദ്യോഗസ്ഥരും ബന്ധപ്പെട്ട മന്ത്രാലയ പ്രതിനിധികളും പങ്കെടുത്തു. പൂർണ്ണമായും രാജ്യത്തിനകത്ത് നിർമ്മിച്ച ആധുനിക എയർ കണ്ടീഷൻ ബോട്ടുകൾക്ക് ഓരോ യാത്രയ്ക്കും പരമാവധി 28 യാത്രക്കാർ വരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്. ഈസ്റ്റ് കോസ്റ്റ് കോർണിഷ്, സാദ മറീന, അവന്യൂസ് ബഹ്റിൻ, ഫോർ സീസൺസ് ഹോട്ടൽ ബഹ്റിൻ ബേ, ബഹ്റിൻ ഫിനാൻഷ്യൽ ഹാർബറിലെ ഹാർബർ ഹൗസ്, വാട്ടർ ഗാർഡൻ സിറ്റി എന്നിവിടങ്ങളിലാണ് വാട്ടർ ടാക്സി സേവനം ലഭിക്കുന്ന പ്രധാന സ്റ്റേഷനുകൾ. ഒന്നിലധികം പേയ്മെൻറ്റ് ഓപ്ഷനുകളുള്ള മസാർ ആപ്ലിക്കേഷൻ വഴിയും ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ കഴിയും. മനാമ സെൻട്രൽ മാർക്കറ്റ് ഗുരുതരമായ സുരക്ഷാ ഭീഷണികൾ നേരിടുന്നുവെന്ന കണ്ടെത്തലുമായി മനാമ ക്യാപിറ്റൽ ട്രസ്റ്റീസ് ബോർഡ് തീപിടുത്ത സാധ്യതയടക്കം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളതെന്ന് കണ്ടെത്തിയ ബോർഡ് അംഗങ്ങൾ പ്രതിരോധ സംവിധാനങ്ങളുടെ തകരാറുകൾ, അപകടകരമായ വൈദ്യുതി കണക്ഷനുകൾ, തകർന്ന ഡ്രെയിനേജ് സംവിധാനങ്ങൾ, കെട്ടിടങ്ങളുടെ ജീർണാവസ്ഥ തുടങ്ങിയവയും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അറ്റകുറ്റപ്പണികളെ അവഗണിക്കുന്നത് വ്യാപാരികളെയും മാർക്കറ്റിലെത്തുന്നവരെയും ഗുരുതരമായ അപകടത്തിലേക്ക് എത്തിക്കുമെന്ന മുന്നറിയിപ്പും ഇവർ നൽകി. സമഗ്രമായ സുരക്ഷാ ഓഡിറ്റ് നടത്താനും അറ്റകുറ്റപ്പണികൾക്ക് സമയപരിധി നിശ്ചയിക്കാനും ബോർഡ് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1970 പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ മാർക്കറ്റ് ബഹ്റിനിലെ ഏറ്റവും വലിയ മൊത്തവ്യാപാര വിപണന കേന്ദ്രം കൂടിയാണ്. കഴിഞ്ഞ 60 വർഷമായി ബഹ്റിൻ ഇന്ത്യൻ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന മേക്യൂൺ സൗന്ദര്യ മത്സരത്തിൻ്റെ 2025 എഡിഷൻ മെയ് 23 വെള്ളിയാഴ്ച വൈകുന്നേരം 6 മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ബഹ്റിനിൽ താമസിക്കുന്ന 17 വയസ്സ് മുതൽ 27 വയസ്സ് വരെയുള്ള എല്ലാ വനിതകൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന മത്സരാർത്ഥികൾക്ക് ആത്മവിശ്വാസവും അവതരണശൈലിയും മെച്ചപ്പെടുത്തുന്നതിനായുള്ള ഗ്രൂമിംഗ് സെഷനുകളും നൽകും. ബഹ്റിൻ, ഇന്ത്യ, യുണൈറ്റഡ് കിങ്ഡം, USA, നെതർലാൻഡ്സ്, റഷ്യ, ശ്രീലങ്ക, ഫ്രാൻസ്, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കൂടുതലായി പ്രതീക്ഷിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വിജയികൾക്ക് $3000 ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ നൽകും. കാഷ്വൽ വെയർ, എത്നിക് വെയർ, പാർട്ടി വെയർ എന്നീ റൗണ്ടുകളിൽ യോഗ്യത നേടുന്ന മത്സരാർത്ഥികൾക്ക് അവസാന റൗണ്ടായ ചോദ്യോത്തരവേളയിലേക്ക് പ്രവേശനം ലഭിക്കും. പരിപാടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് 39660475 അല്ലെങ്കിൽ 39623936 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് കാഷ്യസ് പെരേര, ജനറൽ സെക്രട്ടറി അനിൽകുമാർ ആർ, എന്റർടൈൻമെന്റ് സെക്രട്ടറി എസ് നന്ദകുമാർ, അസിസ്റ്റന്റ് എന്റർടൈൻമെന്റ് സെക്രട്ടറി റൈസൻ വർഗീസ്, ഇവന്റ് ചീഫ് കോർഡിനേറ്റർ താമരൈ കണ്ണൻ, കോർഡിനേറ്റർ ജോസ്മി എന്നിവരും പങ്കെടുത്തു. ബഹ്റിനിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം ചാപ്റ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങൾക്കും ക്ഷണിക്കപ്പെട്ടവർക്കുമായി പ്രൊഫഷണൽ മീറ്റും അത്താഴവിരുന്നും സംഘടിപ്പിക്കുന്നു. മെയ് 2 വെള്ളിയാഴ്ച 6 മണിക്ക് ടൂബ്ലിയിലെ മർമറീസ് ലക്ഷറി ഹാളിൽ വച്ച് നടക്കുന്ന പരിപാടിയിൽ പാർലമെന്റ് എംപിയും മാധ്യമപ്രവർത്തകനുമായ ജോൺ ബ്രിട്ടാസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2018 കേരളത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തെ തുടർന്ന് സംസ്ഥാന സർക്കാർ ആരംഭിച്ച റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് എന്ന പദ്ധതിക്ക് പിന്തുണയായി പ്രവർത്തിക്കാൻ തീരുമാനിച്ച് രൂപം കൊടുത്ത കേരള പ്രൊഫഷണൽസ് നെറ്റ്വർക്കിന്റെ കീഴിലാണ് പ്രോഗ്രസീവ് പ്രൊഫഷണൽ ഫോറം ആരംഭിച്ചത്. 2022 ജൂലൈയിൽ മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കാണ് ബഹ്റിൻ ചാപ്റ്റർ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. പ്രോഗ്രസീവ് മീറ്റ് 2025 കുറിച്ച് വിശദീകരിക്കാനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജനറൽ കൺവീനർ ഷാനവാസ് PK, പ്രസിഡന്റ് EA സലീം, ജനറൽ സെക്രട്ടറി ഹരിപ്രകാശ്, ട്രഷറർ റഫീഖ് അബ്ദുള്ള, ഭാരവാഹികളായ ഷീല മുഹമ്മദ്, MK ശശി, സുഭാഷ് എന്നിവർ പങ്കെടുത്തു. ജമ്മുവിലെ പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഹൃദയഭേദകമായ ഭീകരാക്രമണത്തിൽ ബഹ്റിൻ KSCA അനുശോചനം രേഖപ്പെടുത്തി. പ്രസിഡന്റ് രാജേഷ് നമ്പ്യാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇത്തരം ഭീകരപ്രവർത്തനങ്ങളെ KSCA ശക്തമായി അപലപിക്കുന്നതായി അറിയിച്ചു. ജനറൽ സെക്രട്ടറി അനിൽ പിള്ള, വൈസ് പ്രസിഡന്റ് അനിൽ UK, അസിസ്റ്റന്റ് സെക്രട്ടറി സതീഷ് K, എന്റർടൈൻമെന്റ് സെക്രട്ടറി മനോജ് നമ്പ്യാർ, ട്രഷറർ അരുൺ CT, ലേഡീസ് വിംഗ് പ്രസിഡന്റ് രമ സന്തോഷ്, ലേഡീസ് വിംഗ് സെക്രട്ടറി
സെക്രട്ടറി സുമ മനോഹർ, ജോയിന്റ് സെക്രട്ടറി ദിവ്യ ഷൈൻ, KSCA സ്പീക്കേഴ്സ് ഫോറം പ്രസിഡന്റ് ജയശങ്കർ എന്നിവർ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു. മെമ്പർഷിപ്പ് സെക്രട്ടറി അനൂപിള്ള നന്ദി രേഖപ്പെടുത്തി. സ്പീക്കേഴ്സ് ഫോറം ജനറൽ കൺവീനർ ഷൈൻ നായരായിരുന്നു അവതാരകൻ. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ബഹ്റിൻ KMCC ഹമ്മർ ടൗൺ കമ്മിറ്റി ഷിഫ അൽ ജസീറ മെഡിക്കൽ സെൻ്ററിൻ്റെ സഹകരണത്തോടെ ബഹ്റിനിലെ ഹമലയിൽ പുതുതായി ആരംഭിക്കുന്ന മെഡിക്കൽ സെൻ്ററിൽ ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 400-ൽ പരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ക്യാമ്പിൽ KMCC സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, സംസ്ഥാന സെക്രട്ടറി സഹീർ കാട്ടാമ്പള്ളി എന്നിവർ പങ്കെടുത്തു. ഹമ്മർ ടൗൺ KMCC പ്രസിഡന്റ് അബൂബക്കർ പാറക്കടവ്, ജനറൽ സെക്രട്ടറി അബ്ബാസ് വയനാട്, ട്രഷറർ ഇല്യാസ് മുറിച്ചാണ്ടി, റുമൈസ് കണ്ണൂർ, ആഷിഖ് പരപ്പനങ്ങാടി, സുബൈർ, സക്കരിയ എടച്ചേരി, ഗഫൂർ, അഷ്റഫ്, മരക്കാർ KK, സി മുനീർ, ഷൗക്കത്ത്, മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സൽമാൻ കരീം എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ചരിത്രകാരൻ MGS നാരായണൻ്റെ വിയോഗത്തിൽ മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ അനുശോചനം രേഖപ്പെടുത്തി. 1932-ൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ ജനിച്ച കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം തലവനായും ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക് കൗൺസിലിൻ്റെ തലവനായും വിവിധ മേഖലകളിൽ സ്വന്തമായ അടയാളങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ ആഴത്തിലുള്ള അറിവും അനുഭവങ്ങളും അധ്യാപനത്തിലുള്ള കഴിവും യാഥാർത്ഥ്യങ്ങളെ പുതിയ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യാനും ചരിത്ര പഠനങ്ങളെ ജനകീയവത്കരിക്കാനും സാധിച്ചുവെന്നും അനുശോചന സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. അദ്ദേഹത്തിൻ്റെ നിര്യാണം കേരളീയ പൊതുസമൂഹത്തിന് തീരാ നഷ്ടമാണെന്ന് MJPA പ്രസിഡന്റ് ചെമ്പൻ ജലാൽ, ജനറൽ സെക്രട്ടറി പ്രവീൺ മേൽപ്പത്തൂർ എന്നിവർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. പിറവം 5-ാം ഡിവിഷനിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ സലി TMൻ്റെ മകളും ബ്ലഡ് ക്യാൻസർ രോഗിയുമായ 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി ഏഞ്ചലിൻ്റെ ചികിത്സാ സഹായ നിധിയിലേക്ക് OICC എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ സഹായധനം കൈമാറി. ബഹ്റിൻ OICC എറണാകുളം ജില്ലാ ട്രഷറർ സാബു പൗലോസ് ഏഞ്ചലിൻ്റെ മുത്തശ്ശിക്ക് തുക കൈമാറി. പിറവം മുനിസിപ്പൽ കൗൺസിലർ തമ്പി പുതുവാക്കുന്നിൽ സന്നിഹിതനായിരുന്നു. മലപ്പുറം തിരൂർ സ്വദേശി മുഹമ്മദ് നിയാസ് ബഹ്റിനിൽ നിര്യാതനായി. 30 വയസ്സായിരുന്നു പ്രായം. താമസ സ്ഥലത്ത് കുഴഞ്ഞു വീണതിനെ തുടർന്ന് ഒരാഴ്ച സൽമാനിയ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. വെന്റിലേറ്ററിൽ തുടരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. ബഹ്റിനിൽ സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു. പിതാവ് മുഹമ്മദ്, മാതാവ് നദീറ, സഹോദരൻ മുഹമ്മദ് നിഷാദ്.